നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വോട്ടും കട്ടനിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏറ്റുമാനൂർ മണ്ഡലത്തെക്കുറിച്ചാണ്. ഏറ്റുമാനൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CPIM-ന് ജില്ലയിൽ ആകെ ഉള്ള ഒരു മണ്ഡലം. നിലവിൽ അവിടെ CPIM MLA ഉള്ള മണ്ഡലമാണ്. അത് മറ്റാരുമല്ല, മന്ത്രി VN വാസവനാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ വീണ്ടും രണ്ടാം ഊഴത്തിന് ഏറ്റുമാനൂരിൽ നിന്ന് മത്സരത്തിന് വരുന്നത്. അതുകൊണ്ട് തന്നെ LDF-നെ സംബന്ധിച്ച് വാശിയേറിയ പോരാട്ടം, അഭിമാന പോരാട്ടമാണ് ഏറ്റുമാനൂരിലുള്ളത്. UDF-നെ സംബന്ധിച്ചാണെങ്കിൽ കാലങ്ങൾക്ക് ശേഷം കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുകയാണ്. നാട്ടകം സുരേഷ് വലിയ തരത്തിൽ യുവജന പ്രസ്ഥാനങ്ങളിലൊക്കെ കൂടെ വളർന്നു വന്ന ഒരു നേതാവാണ്. അത്തരത്തിൽ ആണ് നാട്ടകം സുരേഷിന് അവിടെ ഒരു അവസരം നൽകിയിരിക്കുന്നത്. NDAക്ക് ഇത്തവണ 2020-യുടെ സ്ഥാനാർത്ഥിയാണ് ആതിര D. നായർ എന്നുള്ള സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഡാൻസറും ഒക്കെയാണ് അത്തരത്തിൽ ആണ് ഒരു സ്ഥാനാർത്ഥികളെ അവിടെ വിന്യസിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഏറ്റുമാനൂർ മണ്ഡലത്തിലെ കണക്കുകൾ നമുക്ക് പരിശോധിക്കാം. എനിക്കൊപ്പം ആസിഫ് മുഹമ്മദും ആൽവിൻ തോമസുമാണ് ഉള്ളത്. ആദ്യം ആൽവിനിലേക്ക് തന്നെയാണ്. ആൽവിൻ, ഏറ്റുമാനൂർ മണ്ഡലം എന്ന് പറയുന്നത് ഏറെ ശ്രദ്ധ നേടുന്നത് VD സതീശൻ 10 സ്ഥലങ്ങളിൽ ഡീലുണ്ട് എന്ന് പറഞ്ഞതിൽ പേരെടുത്ത് പറഞ്ഞ ഒരു സ്ഥലമാണ് ഏറ്റുമാനൂർ എന്നുള്ളത്. നമ്മൾ ഈ സ്ഥാനാർത്ഥികളെ ഇത്തരത്തിൽ പരിശോധിക്കുമ്പോൾ മുൻ വർഷങ്ങളിലെ വോട്ട് ഷെയർ ഒക്കെ പരിശോധിക്കുമ്പോൾ എന്താണ് ഈ ഒരു ഡീൽ ആരോപണത്തിലെ വസ്തുത? ഏറ്റുമാനൂർ മണ്ഡലം ഈ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്. ജോസഫ് വിഭാഗം 2 സീറ്റ് വിട്ടുകൊടുത്തു. ഒന്ന് ഇടുക്കിയും ഒന്ന് ഏറ്റുമാനൂർ മണ്ഡലവുമാണ് വിട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ യുവജന അല്ലെങ്കിൽ യുവാവായിരുന്ന കാലഘട്ടം അല്ലെങ്കിൽ KSU കാലഘട്ടം മുതൽ കോട്ടയം നഗരത്തിലും ഏറ്റുമാനൂരിലുമൊക്കെ പരിചിതനായ നാട്ടകം സുരേഷാണ്. അദ്ദേഹം ഇപ്പോൾ DCCയുടെ അവിടുത്തെ കോട്ടയം അധ്യക്ഷനാണ്. അദ്ദേഹമാണ് ഇപ്പോൾ VN വാസവൻ എന്ന മന്ത്രിയെ, വലിയ തരത്തിൽ പ്രൊഫൈലുള്ള ഒരാളെ എതിരിടാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവരുടെ കണക്കുകൾ പ്രകാരമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞാൽ വലിയ അനുകൂല ഘടകങ്ങളെന്ന് പറയുന്നത് ഒന്ന്, അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഡീൽ എന്ന് തന്നെ അവിടെ തുടങ്ങാം. അവിടെ ആ ഡീൽ ആരോപണം എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ, ഇതിനു മുമ്പ് BDJS-നും ഈഴവ വിഭാഗത്തിനും വലിയ വോട്ട് ഷെയർ ഉള്ള ഒരു മണ്ഡലമാണ് ഏറ്റുമാനൂർ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പം അവിടെ താരതമ്യേനെ ഒരു ദുർബലയായ ഒരു സ്ഥാനാർത്ഥിയെ, 2020-യുടെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് അവിടെ ഇത്തവണ NDA മത്സരിപ്പിക്കാൻ ഇറങ്ങുന്നു എന്നത് തന്നെയാണ് ആ ഡീലിൻ്റെ പിന്നിലെ കഥ. അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ BDJS രൂപീകരിച്ച് 2016-ലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ AG തങ്കപ്പൻ, അവിടുത്തെ SNDP യൂണിയൻ്റെ സമുന്നതനായ ഒരു നേതാവാണ്, അവിടെ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. അദ്ദേഹം മത്സരിച്ചപ്പോൾ ഏതാണ്ട് 30,000-ത്തിലധികം വോട്ടുകൾ അവിടെ BDJS-ന് ലഭ്യമായ ഒരു മണ്ഡലമായിരുന്നു അത്. AG തങ്കപ്പന് അത്രയും വോട്ട് ഇവിടെ പിടിച്ചതാണ്. അവിടെയാണ് കഴിഞ്ഞ നമ്മുടെ BJP മത്സരിച്ചപ്പോൾ ഇത്രയും വോട്ട് കുറയുകയും ചെയ്തത്. അത് വലിയ താരതമ്യം അത്രയും കുറവില്ലെങ്കിൽ പോലും കുറവുണ്ട്. AG തങ്കപ്പനെ പ്രൊഫൈൽ അവിടെ അങ്ങനെയാണ്. അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ 10% ഉണ്ട് അപ്പോൾ എന്ന് പറയുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടെങ്കിൽ ആ വലിയ തോതിൽ ശബരിമല വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഏറ്റുമാനൂർ. ആ മണ്ഡലത്തിൽ എന്തുകൊണ്ട് തീർത്തും ദുർബലയായ അല്ലെങ്കിൽ ഒരു 2020-യുടെ സ്ഥാനാർത്ഥിയെ കൊണ്ട് അവിടെ മത്സരിപ്പിക്കാൻ ഇറക്കുന്നു എന്നൊരു ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുള്ളത്. UDF-ൻ്റെ സാധ്യതകൾ നമുക്ക് അടുത്ത ഘട്ടത്തിൽ പറയാം. അതുതന്നെയാണ് ഇപ്പോൾ അത്തരത്തിലാകും പ്രതിപക്ഷം പറയുന്നത്. കാരണം ഇപ്രാവശ്യം BJPക്ക് അല്ലെങ്കിൽ NDAക്ക് കൂടുതൽ വോട്ട് നേടാനുള്ള ഒരു സാഹചര്യം, പ്രത്യേകിച്ചും ഈ ഒരു ശബരിമല വിഷയം അടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരമൊരു സാഹചര്യമുള്ളപ്പോൾ വളരെ ദുർബലയായ 2020 സ്ഥാനാർത്ഥിയാണ് അവിടെ നിർത്തുന്നത്. കഴിഞ്ഞ തവണ 10%-ലധികം വോട്ട് നേടിയതാണ്. ഇപ്പോൾ LDF-നെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ തവണ ലതിക സുഭാഷ് അടക്കം മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കോൺഗ്രസിന് വലിയ തരത്തിലൊരു വിമത ഭീഷണിയായിരുന്നു. ഇത്തവണ അത്തരം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കോൺഗ്രസിന് കുറച്ചുകൂടി വിജയ സാധ്യത അല്ലെങ്കിൽ പോരാട്ടം കുറച്ചുകൂടി കടുപ്പിക്കാൻ ഒരു സാധ്യത കൂടി നിലവിൽ മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു ഡീൽ ആരോപണത്തിൽ ഈ LDF ഇത്തരത്തിൽ ഇതിനെ ഏത് രീതിയിലാണ് കാണുന്നത്? ഇതിനുള്ള മറുപടി എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ VD സതീശൻ പതിവ് പോലെ തന്നെ CPM വിജയിച്ചു നിൽക്കുന്ന അത്യാവശ്യം ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലത്തിലാണ് ഏറ്റുമാനൂരിലും ഡീൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലത്തിലാണെങ്കിൽ ആണല്ലോ 1ാം സ്ഥാനത്തേക്ക് വിജയിച്ചു വരാൻ BJP സഹായിച്ച് അതിനാണ് നീക്കമെന്ന് പറയുക. ഇവിടെയും പതിവ് പോലെ തന്നെ VD സതീശൻ്റെ പതിവ് ഡീൽ ആരോപണം പോലെ തന്നെ CPM തന്നെയാണ് വിജയിച്ച് MLA ആയിരിക്കുന്ന മണ്ഡലം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറയുന്ന ഏറ്റുമാനൂർ മണ്ഡലത്തിൽ കുമരകം എന്നൊരു ഗ്രാമപഞ്ചായത്തുണ്ട്. ആ കുമരകം എന്നുള്ള ഗ്രാമപഞ്ചായത്തിൽ AB ഗോപിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. LDF-ന് അവിടെ 8 സീറ്റുണ്ടായിരുന്നു. UDF-ന് അവിടെ 5 സീറ്റും BJPക്ക് 3 സീറ്റും ഉണ്ടായിരുന്നു. ഈ UDF-ഉം BJPയും കൂടെ കൈ കോർത്ത് നിന്ന് വോട്ട് ചെയ്തിട്ടാണ് ഗോപി അവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്നത്. അതായത് അവിടെ ഓൾറെഡി ഡീലുണ്ട്.
UDFും BJPയുമായി ഓൾറെഡി ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ കുമരകം പഞ്ചായത്തിൽ ഡീലുണ്ട്. ആ ഡീല് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ആ ഡീല് അവിടെ ഡീലല്ല, ഇവിടെ ഡീലാണ്. ഇവിടെ ഡീലാണ്. UDFും BJPയും ഒരുമിച്ച് നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളും താമര ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളും ഒരുമിച്ച് കൈകോർത്ത് CPMനെ മറികടക്കാൻ വേണ്ടി ഓൾറെഡി കുമരകം പഞ്ചായത്തിൽ ഡീലുണ്ട്. അതായത് ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിലെ കുമരകം പഞ്ചായത്തിൽ ഉള്ള ഡീല് ഓൾറെഡി അവിടെയുണ്ട്. ആ ഡീലിൻ്റെ ബാക്കിയായിരിക്കും ഒരുപക്ഷെ ഇനിയും ദുർബല സ്ഥാനാർത്ഥി നിർത്തിയെന്നുള്ള ആരോപണം. ഇനി 2020 ആണ് അവിടെ മത്സരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ UDF ആട്ടോ അവിടെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ഡീൽ ഓൾറെഡി BJPയും കോൺഗ്രസുമായിട്ട് ഉള്ള മണ്ഡലമാണ് ഏറ്റുമാനൂർ, അതിൽ കുമരകം. ഇനി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അവിടെ തുഷാർ വെള്ളാപ്പള്ളിയാണ് മത്സരിച്ചത്. തുഷാർ വെള്ളാപ്പള്ളിയേക്കാളും ഒരു വലിയ നേതാവ് BDS ഇല്ലല്ലോ. ആ തുഷാർ വെള്ളാപ്പള്ളി 24,412 വോട്ട് നേടി. അങ്ങനെയാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി അതിനേക്കാൾ കൂടുതൽ വോട്ട് നേടിയ സ്ഥലങ്ങളുണ്ട് ഏറ്റുമാനൂരിനേക്കാൾ. അത് തുഷാർ വെള്ളാപ്പള്ളിയെ പോലെ അവരുടെ ഏറ്റവും സമുന്നതനായ നേതാവ് മത്സരിച്ചിട്ടും അവർക്ക് സമാഹരിക്കാൻ പറ്റുന്ന 21% വോട്ടാണ്. അത് കോട്ടയത്ത് നേടി, പുതുപ്പള്ളി 18, പാലയിൽ 19, കടുത്തുരുത്തിയിൽ 17, വൈക്കത്ത് 23. വൈക്കത്ത് 23. അതായത് തുഷാർ വെള്ളാപ്പള്ളി എന്താണ് മത്സരിക്കാണെങ്കിലും മത്സരിക്കാൻ വരത്തില്ലല്ലോ, ഉറപ്പാണല്ലോ. തുഷാർ വെള്ളാപ്പള്ളി അങ്ങനെയാണെങ്കിൽ വൈക്കത്ത് പോകണ്ടേ? അതായത് തുഷാർ വെള്ളാപ്പള്ളി ഏറ്റുമാനൂരിനേക്കാളും കൂടുതൽ വോട്ട് വൈക്കത്ത് നേടിയല്ലോ. ആയിക്കോട്ടെ, സംവരണമുണ്ടല്ലോ. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും ഇത്രയും വോട്ട് ഷെയർ പലയിടത്തും നേടിയിട്ടുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി എന്തായാലും മത്സരിക്കാൻ വരുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ BDJSന് അവിടെ വലിയ വോട്ട് നേടാൻ കഴിയില്ല എന്ന് അവർക്ക് കൃത്യമായി വ്യക്തമുണ്ട്. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. 2 ഈഴവ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 2 ഈഴവ സ്ഥാനാർത്ഥികളും സ്വാഭാവികമായും ആർക്ക് വേണ്ടപ്പെട്ടതാ? അതാണ് ചോദ്യം. ആർക്ക് വേണ്ടപ്പെട്ടതാ? അവിടെയാണ് ചോദ്യം. ഈഴവ സ്ഥാനാർത്ഥികൾ ആർക്ക് വേണ്ടപ്പെട്ടതാ? അവിടെയാണ് ചോദ്യം. 2 ഈഴവ സ്ഥാനാർത്ഥികൾ വേണ്ടപ്പെട്ട ആളുകളാണ്. സ്ഥാനാർത്ഥികളും വേണ്ടപ്പെട്ട BDJS ബുദ്ധിപരമായി ചെയ്തതാണ്. BDJS നാണം കിട്ടും. BDJS അവിടെ മത്സരിച്ചാൽ BDJS നാണം കിട്ടും. അവർക്ക് അത്രയും വോട്ട് ഷെയർ ഉണ്ട് എന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിൽ 2 ഈഴവ സ്ഥാനാർത്ഥികൾ വേറെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ CPMന് ഈഴവ വോട്ടുകൾ CPMന് പരമ്പരാഗതമായി കിട്ടുന്ന ഒരു മണ്ഡലമാണ്. അവിടെ എന്തൊക്കെ പറഞ്ഞാലും BDJS മത്സരിച്ചതിൻ്റെ പേരിൽ CPMന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈഴവ വോട്ട് പോയില്ല. ഇല്ലെന്നീ, അത് വെറുതെ. അങ്ങനെയെങ്കിൽ 2016 മത്സരിച്ചപ്പോ ഈ 30,000-ലധികം വോട്ട് പിടിച്ചതുകൊണ്ടാണ് സുരേഷ് കുറുപ്പ് നിയമസഭയിലെത്തിയത്. രണ്ടാമത്തെ സ്ഥാനാർത്ഥി നാട്ടകം സുരേഷും ചാടികാടൻ തോറ്റു. UDF ഇതൊന്നും ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. അതൊക്കെ മാറി എന്നുള്ളതിന് തെളിവാണ് തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചിട്ട് പോലും 24,000 വോട്ടേ കിട്ടിയുള്ളൂ. എങ്ങനെയാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താ ഈഴവന്മാരെന്താ BDJS വരുന്ന ഈഴവന്മാരെന്താ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ ഏറ്റവും സമുന്നതനായ നേതാവ് മത്സരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി കണക്ക് പ്രകാരമാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിക്കാണല്ലോ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത്. അപ്പോൾ BDJS അവിടെ സമാഹരിക്കാവുന്ന മാക്സിമം വോട്ട് അതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വോട്ട് കിട്ടത്തില്ല ഇനിയും. അതാണ് ഇപ്പോഴത്തെ BDJSന്റെ അവസ്ഥ. ഇപ്പോഴത്തെ BDJSന്റെ അവസ്ഥ അതായിരിക്കെ നാട്ടക സുരേഷും VN വാസവനും മത്സരിക്കുമ്പോൾ വേറൊരു ഈഴവനെ കൊണ്ട് അവിടെ വെച്ചിട്ട് BDJSന് കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് കിട്ടിയ പോലെ 10% വോട്ട് കിട്ടി നാണം കിട്ടി പോകാതിരിക്കാൻ വേണ്ടി BDJS അവരാ സീറ്റ് വേണ്ടെന്ന് പറഞ്ഞതാ. 2020 ആരുമായിട്ടെന്നുള്ള ചോദ്യം. CPM ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന എല്ലാ അങ്ങനെ വോട്ട് വരില്ല എന്നുള്ള എന്റെ പോയിന്റ്. വരുമെന്നല്ലല്ലോ എന്റെ പോയിന്റ്. ഇല്ലാത്ത പോയിന്റ് കയറി പിടിക്കരുത്. വരില്ല എന്നുള്ളതാണ് എന്റെ പോയിന്റ്.
VN വാസവനും നാട്ടകം സുരേഷും മത്സരിക്കുമ്പോൾ BDJS ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവർക്ക് വോട്ട് പോവില്ല. അതിനുള്ള സാഹചര്യം ഇവിടെ ഇല്ല. അതല്ലെന്നേ അതിനുള്ള സാഹചര്യം ഇല്ല. മണ്ഡലം BDS-ന് വലിയ ശക്തി തുഷാർ വെള്ളാപ്പള്ളി പിടിച്ച വോട്ടല്ലേ മാക്സിമം അല്ല അതിന് മുമ്പ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പല മണ്ഡലങ്ങളിലെ ചരിത്രം നമ്മൾ നോക്കേണ്ടി വരും. പക്ഷേ തുഷാർ തങ്കപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഡീലില്ലേ? BJP 10% വോട്ട് പിടിച്ചോട്ടെ. അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നമുക്ക് നോക്കാമല്ലോ. BJP 10% വോട്ട് പിടിക്കുന്നത്, ആ 10% വോട്ട് പിടിച്ചോട്ടെ. 2020 പാനങ്ങളായിരുന്നു അവർ ചോദിച്ചു വാങ്ങിയ സീറ്റാണ്. കാരണം വീണയ്ക്ക് വേണ്ടി അവർ ചോദിച്ചു വാങ്ങിയ സീറ്റാണ്. പക്ഷേ വീണയ്ക്ക് വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ മത്സരിക്കാൻ പറ്റില്ല. വീണയ്ക്ക് വേണ്ടി 2020 ചോദിച്ചു വാങ്ങിയ സീറ്റാണ്. അത് അവരുടെ മുന്നിൽ പാർട്ടിക്ക് ശക്തിയുള്ള ഒരു മണ്ഡലം അല്ലെങ്കിൽ വോട്ട് സമാഹരിക്കാൻ കഴിയുള്ള ഒരു മണ്ഡലം, ആ മണ്ഡലത്തിൽ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന് പകരം 2020 വിട്ടുകൊടുത്തെന്ന് പറഞ്ഞതിനകത്ത് അതെന്ത് കുമരകത്തെ പോലെ ഡീലായിരിക്കും. അല്ല, അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഡീലാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഡീൽ എന്താണ്? അത് തന്നെ കാര്യം. ഇതില്ല, ഡീലതാണ്. പക്ഷെ അതിന് കണക്കില്ല, അത് നിൽക്കില്ലേ, അങ്ങനെ പോവല്ലേ. ശരിയാ, പ്രതിപക്ഷ നേതാവ് ഡീലുണ്ട്. അത് ആ കുമരകം പഞ്ചായത്തിൽ BJP-യും UDF ഉള്ള അതേ ഡീൽ ഏറ്റുമാനൂരിലും ഉണ്ട്. നാട്ടകം സുരേഷിനെ ജയിപ്പിക്കാൻ വേണ്ടി 2020 ദുർബലസാഗർ നിർത്തിയായിരിക്കും. അതെങ്ങനെ സ്വതന്ത്രനാണെന്ന് പറഞ്ഞാൽ BJP-യും കോൺഗ്രസ് ഒരുമിച്ച് വോട്ട് ചെയ്താൽ ആയിക്കോട്ടെ. UDF സ്വതന്ത്രനായി മത്സരിച്ചയാൾ, വെറും സ്വതന്ത്രനല്ല, UDF സ്വതന്ത്രനായി മത്സരിച്ചയാളെ BJP-യും കോൺഗ്രസും താമര ചിഹ്നവും കൈപ്പത്തിയും ഒരുമിച്ച് പോയി വോട്ട് ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയ കുമരകം പഞ്ചായത്തിന്റെ അതേ ഡീലായിരിക്കും ഏറ്റുമാനൂരിലും ഉണ്ടാകാൻ സാധിക്കും. അത് തന്നെയാണ്. അതായത് കഴിഞ്ഞ തവണ BJP 10%-ലധികം വോട്ട് നേടിയ ഒരു സ്ഥലത്ത് ഇത്തവണ ഇത്രയും വിഷയങ്ങളൊക്കെ BJP-ക്ക് അനുകൂലമായിട്ടുള്ള വിഷയങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ക്രിസ്തീയ സമൂഹത്തിന് കൂടുതൽ വേരോട്ടമുള്ള സ്ഥലമാണ്. അവിടെ ഒരു ദുർബലയായിട്ടുള്ള ഒരു 2020 സ്ഥാനാർത്ഥിയെ നിർത്തിയത് ഏത് ഡീല്, ആരാണ്, ആരുടെ ഡീലിന്റെ പിന്നിലാണ് എന്നുള്ളതാണ് വോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ BJP-ക്ക് ഇല്ലാത്ത ഏതെങ്കിലും മണ്ഡലമുണ്ടോ? പിന്നെ പറഞ്ഞ പോലെ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട്. അത് അങ്ങനെങ്കിൽ ഉണ്ട്. ആ 15,000 വോട്ട് ഭൂരിപക്ഷം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ മാറ്റം വന്നാൽ പിന്നെ സ്ഥിതി വേറെ തരത്തിൽ മാറാം. 15,000 വോട്ട് മറിക്കാൻ വേണ്ടി ആയിരിക്കും. 15,000 വോട്ട് മറിക്കാൻ വേണ്ടി ആയിരിക്കും. അതെ, ഈ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം മറിക്കാൻ വേണ്ടി ആയിരിക്കും UDF-ഉം BDJS-ഉം സതീശൻ ലീലുണ്ടാക്കിയെന്ന് പറയേണ്ട കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്ന പരിപാടി രാഹുൽ ഗാന്ധി വന്ന പരിപാടി ഉണ്ടെന്ന് ഏറ്റവും കൂടുതൽ ആൾ കൂടിയത് ഏറ്റുമാനൂർ മണ്ഡലത്തില്ല. കുമരകത്തെ അതേ ഡീലാണ് സാധ്യതയുണ്ട്. ഈ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം മറിക്കാൻ വേണ്ടി ആയിരിക്കും എന്നുള്ളതാണ് UDF-ന്റെ കോൺഗ്രസിന്റെ. കഴിഞ്ഞ തവണ ലതിക സുഭാഷ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയിൽ നിന്ന് 7,000-ലധികം വോട്ടുകൾ നേടിയിട്ടുണ്ട്. ഇത്തവണ ആ വോട്ടുകൾ എവിടേക്ക് പോകും എന്നാണ് ചോദ്യം. അതൊരു കറക്റ്റ് ചോദ്യമാണ്. കഴിഞ്ഞ തവണ പാർട്ടിയുമായി പിന്നെ ഇടഞ്ഞ് ലതിക സുഭാഷ് എന്ന് പറഞ്ഞ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ്, വനിതാ നേതാവ് അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നു. സ്വാഭാവികമായും അവർക്ക് വൈകാരികമായി ബന്ധമുള്ളൊരു മണ്ഡലമാണ്. ഈ 7,000 വോട്ടുകൾ അവർ സമാഹരിച്ചിട്ടുണ്ടെങ്കിൽ ആ 7,000 വോട്ടുകൾ ഇത്തവണ എവിടെ പോകുന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിലാണ് ഈ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കോൺഗ്രസിലേക്ക് ആ വോട്ട് വന്നാൽ ഈ പറഞ്ഞ 15,000 വോട്ടുകൾ മാറി വരാനുള്ള സാധ്യത ഇഷ്ടംപോലെ. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അടക്കം അവിടെ വന്ന് സംസാരിച്ചതും പ്രധാനമായിട്ടും ഈ ഡീൽ കാര്യമാണ്. രാഹുൽ ഗാന്ധി എല്ലായിടത്തും ഡീലിനെ കുറിച്ചാണ് സംസാരിച്ചത്. പ്രത്യേകിച്ച് അതിരമ്പുഴയിൽ എത്തിയിട്ടാണെങ്കിലും ഇവിടെ ഇത്തരത്തിലൊരു ഡീലുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കം ഇവിടെ ചർച്ച അല്ലെങ്കിൽ അത്തരത്തിൽ ചർച്ചയാകുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസിന് ഏറെ പ്രതീക്ഷയുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഏറ്റുമാനൂർ എന്നുള്ളത്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുടെ ഈ വരവ് ആ മണ്ഡലത്തിന്റെ ഒരു പോരാട്ട ചിത്രത്തെ എങ്ങനെ ബാധിക്കും എന്നാണ് തോന്നുന്നത്? ഇതിനു മുമ്പ് ശബരിമല ഇതിനെക്കാട്ടിലും വൈകാരികമായി ചർച്ച ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. ഒരു സംശയവും വേണ്ട. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് വലിയ വിഷയമാണ്. പക്ഷെ അതിനും വൈകാരികമായ പ്രശ്നം ശബരിമലയിലെ യുവതീ പ്രവേശനം തന്നെയായിരുന്നു ഹിന്ദുമത വിശ്വാസികൾക്ക്.
അതിൽ യാതൊരു സംശയവും വേണ്ട. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ കേരളത്തിൽ ഒരിടത്തും റാലി നടന്നിട്ടില്ല, നാമജപ ഘോഷയാത്ര നടന്നിട്ടില്ല. പക്ഷേ കേരളത്തിന്റെ മുക്കിലും മൂലയിലും നാമജപ ഘോഷയാത്ര നടക്കുകയും അതുപോലെ വലിയ പ്രക്ഷോഭം ഉണ്ടാകുകയും ചെയ്തത് ശബരിമല യുവതി പ്രവേശന സമയത്തിനാണ്. ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ച് ഇതിലും വൈകാരികമായ വിഷയം അത് തന്നെയായിരുന്നു. അപ്പൊ അക്കാലത്തും അവിടെ LDF എം എൽ എ ആയിരുന്നു, അക്കാലത്തും അവിടെ LDF എം എൽ എ ആയിരുന്നു. അതൊക്കെ ഓക്കെ, അതൊക്കെ നല്ല മത്സരമാണ്. നാട്ടക സുരേഷും VN വാസവരും നല്ല പൊരിഞ്ഞ പോരാട്ടമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഡീലാരോപണത്തിന് യാതൊരു കഴമ്പുമില്ല. ഡീലാരോപണമാണ് ഞാൻ സതീശൻ പറഞ്ഞ ഡീലാരോപണം. അതാണ് കുമരകത്തുള്ളത്, അതാണ് കുമരകത്തുള്ളത്. അല്ല, അതാണ് കുമരകത്തുള്ള ഡീല്, അതാണ് കുമരകത്തുള്ള ഡീല്. അതായത് കുമരകൻ ഡീല് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി, കുമരകൻ ഡീലോ മറ്റത്തൂർ ഡീലോ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി എല്ലായിടത്തും പോയി ഡീലാരോപണം ഇറങ്ങുക. ഓൾറെഡി നിലവിൽ പ്രത്യക്ഷത്തിൽ ഡീലാരോപണം ആയിക്കോട്ടെ, ഡീലില്ല, അവിടൊന്നും ഡീലില്ല, അവിടൊന്നും ഡീലില്ല. അവിടെ LDF ജയിച്ച മണ്ഡലത്തിൽ ലീഡില്ല, പക്ഷേ കുമരകത്ത് ഡീലുണ്ട്. മറ്റൊരു കാര്യം, VN വാസവനാണ് അവിടുത്തെ സിറ്റിംഗ് MLA. അപ്പോൾ VN വാസവൻ മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചെയ്യാത്ത വികസന പ്രവർത്തനങ്ങൾ കൂടി ഈ ഒരു സമയത്ത് അവിടെ ചർച്ചയാകും എന്നുള്ളതാണ്. എന്തായാലും ഏറ്റുമാനൂർ മണ്ഡലത്തിലെ 42,000 കോടി. അതെ, അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളെല്ലാം വരുന്നുണ്ട്. ഏറ്റുമാനൂർ മണ്ഡലത്തിലെ ഒരു ചിത്രം ഇങ്ങനെയാണ്. അത്തരത്തിൽ ഡീലാരോപണം അടക്കം ഉയർന്ന മണ്ഡലമാണ്. എന്തായാലും ഇനി ജനങ്ങളാണ് ഏറ്റുമാനൂരിൽ അടക്കം ജനവിധി എഴുതേണ്ടത്. ഇന്നത്തെ വോട്ടും ഘട്ടനും ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.